90 വയസ്സ് കഴിഞ്ഞ ആളാണ് BRP ഭാസ്കർ. ഹിന്ദു എഡിറ്റോറിയൽ ബോർഡിൽ നിന്ന് വാക്കൗട്ട് ചെയ്ത ആളാണ്. അത്രയും അറിയപ്പെടുന്ന ആളും കൂടിയാണ്. BRP ഭാസ്കറിനെ നേരിട്ട് കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം 91 മറ്റായി. അപ്പോൾ ഞാൻ ചോദിച്ചു, മദ്രാസിന് ഇങ്ങോട്ട് വരുന്നില്ലേ? ഞങ്ങൾ കേരളത്തിലുള്ള ആളല്ലേ, കൊല്ലമല്ലേ എന്ന് ചോദിച്ചു. വരണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ വയസ്സന്മാരെ ബഹുമാനിക്കുന്നില്ല നമ്മുടെ നാട്. എനിക്കും ഒരു ഹേർട്ടാവുമല്ലോ, മലയാളിയെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി ഒരിക്കലും. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറെന്താ അങ്ങനെ പറയുന്നത്? നോക്കൂ, വയോജനങ്ങൾക്കുള്ള സീറ്റുണ്ട് ബസ്സിൽ, KSRTCയിലുണ്ട്. വയോധികർ, വൃദ്ധർ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ ആ സീറ്റിൽ ഇരിക്കണമെങ്കിൽ ഞാൻ കയറണ്ടേ ബസ്സിൽ? എന്നെ കയറാൻ അനുവദിക്കുന്നില്ല ആളുകൾ. അപ്പോൾ അവയർനെസ് ഇല്ലാതെ നിങ്ങൾ നിയമമുണ്ടാക്കിയത് കൊണ്ട് യാതൊരു കാര്യവുമില്ലെന്ന് ഞാൻ കേരളത്തിൽ പോയപ്പോൾ പഠിച്ചു. മദ്രാസിൽ അങ്ങനെയല്ല. പ്രായമായ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കയറ്റി ഇരുത്തുന്നൊക്കെ ഉണ്ട് എന്ന് സാറ് പറയുകയാണ് എൻ്റെ അടുത്ത്. BRP ഭാസ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്കേറ്റിംഗ്ലി ക്രിട്ടിക്കലായിട്ട് പലതിനെയും വിലയിരുത്തുന്ന ഒരാളും കൂടിയാണ്. അപ്പോഴാണ് ഞാൻ അത് ആലോചിക്കുന്നത്. പിന്നെ KSRTC ബസ് സ്റ്റാൻഡിൽ പോയാൽ ഞാൻ എപ്പോഴും നോക്കും, ചാലഞ്ച്ഡ് ആയിട്ടുള്ള ഒരാൾക്കും അതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. ഈ കഥ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കഥയുമല്ല, നടന്ന സംഭവമാണ്. ചിന്താഗതി അങ്ങനെയാണ്. ശരിയാണ്. മുതിർന്ന പൗരന്മാരെന്നും വയോജന സൗഹൃദ പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എത്തിപ്പെടുന്നില്ല.